വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ 1.5 മാസമായിട്ട് നമുക്ക് ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ചേലക്കര, പാലക്കാട്, വയനാട് ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. അതിൽ വയനാട് നമുക്ക് ആദ്യമേ അറിയായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പറയുന്ന പോലെ തന്നെ ഭൂരിപക്ഷം മാത്രമായിരുന്നു. രാഹുലിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക നേടുമോ? അത് അതേപോലെ തന്നെ വന്നു. രാഹുലിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക നേടി വിജയിച്ചിരിക്കുന്നു. ചേലക്കരയിൽ നടന്നത് വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു. ഒപ്പം പാലക്കാട് സസ്പെൻസ് ഉള്ള ഒരു അതിൻ്റെയൊക്കെ ഇന്ന് പര്യവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും ഫോക്കസ് ചെയ്യേണ്ട സ്ഥലം മഹാരാഷ്ട്രയായിരുന്നു. തീർച്ചയായും അല്ലെ? എന്തുമാത്രം നാടകീയ, അതായത് തിരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ വരെ സസ്പെൻസും നാടകീയതയും നിറഞ്ഞ തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസവും നമ്മൾ രാവിലെ മുതൽ ഫോക്കസ് ചെയ്തത് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിൽ കൂടി നമ്മൾ മഹാരാഷ്ട്രയും ജാർഖണ്ഡും മറന്നുപോകാൻ പാടില്ല. ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. പക്ഷെ നമ്മൾ ഇത്രയും കുറെ ഗ്യാപ്പായി ഇപ്പൊ മഹാരാഷ്ട്രയെ കുറിച്ചും ജാർഖണ്ഡിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. അവിടെ നോക്കിയാൽ മഹാരാഷ്ട്രയില് മഹായുദ്ധിയുടെ ഒരു മഹാകൊടുങ്കാറ്റാണ് ഏതാണ്ട് തകർന്നടിഞ്ഞ മട്ടിലാണുള്ളത്. തകർന്നടിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ അവിടെ ശരിയാകുമ്പോൾ ജാർഖണ്ഡിൽ പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളയുന്ന തരത്തിലുള്ള ഒരു ജനവിധിയാണ്. ഷിബു സോറൻ അവിടെ വിജയിച്ച് കയറുന്നതാണ് കാണുന്നത്. ഇന്ത്യ സഖ്യത്തിന് വലിയ ആശ്വാസമായിക്കൊണ്ട് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരികയാണ്. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എന്താണ് സംഭവിക്കുന്നത് എന്ന കൂടുതൽ സമഗ്രമായ ഒരു വിലയിരുത്തൽ വരേണ്ട സമയമാണ്. കാരണം എക്സിറ്റ് പോളിൽ BJPക്ക് ആശ്വാസമായിരുന്നു. 8-ൽ 5 ഭരണ തുടർച്ച പ്രവചിച്ചു. അതുപോലെ തന്നെ ഏറെക്കുറെ മഹാരാഷ്ട്രയിൽ അങ്ങനെ വന്നു. പക്ഷേ ലക്ഷ്മി പറഞ്ഞ മാതിരി ജാർഖണ്ഡ് അതെ എക്സിറ്റ് പോൾ ഫലങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഒരു ഫലമാണ് അവിടെ നിന്ന് വരുന്നത്. ഈ സനീഷ് അവിടെ തയ്യാറാണ്. സനീഷ്, ഈ 2 തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും എങ്ങനെ വേണം വിലയിരുത്താൻ? എക്സിറ്റ് പോൾ ഫലങ്ങൾ മഹാരാഷ്ട്രയിൽ ശരിയാകുമ്പോൾ ജാർഖണ്ഡിൽ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അടിപതറുകയാണ്. ലക്ഷ്മി, നമുക്കറിയാം ഇതിനകം തന്നെ മഹാവികാസ് അഘാഡി വളരെ പിന്നിൽ പോയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ BJP മുന്നണി വൻ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? മഹായുതി BJP മുന്നണി വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം, നമുക്കറിയാവുന്ന നമ്പർ ഉണ്ടല്ലോ. അവിടെ മഹായുതി 227 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ്. 56 മാത്രമേ MBA മഹാവികാസ് അഘാഡി മുന്നിട്ട് നിൽക്കുന്നുള്ളൂ. അതിൽ നിന്ന് ആ 2 നമ്പറിന്റെ വ്യത്യാസം തന്നെ നമുക്കറിയാം എത്ര വലിയ മുന്നേറ്റമാണ് മഹായുതി ഉണ്ടാക്കിയിരിക്കുന്നത്, BJP മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. മഹാരാഷ്ട്രയിൽ ഇത് ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും, അതിശക്തമായ പോരാട്ടമായിരിക്കും എന്നൊക്കെ കണക്കാക്കപ്പെട്ടിരുന്ന പോൾ അനലിസ്റ്റുകളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ആ നിലക്കുള്ള ചിത്രം നൽകിയിരുന്ന ഒരിടമാണ് മഹാരാഷ്ട്ര. പക്ഷേ മഹാരാഷ്ട്രയിൽ വളരെ വമ്പൻ മുന്നേറ്റമാണ് BJP നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം 2 ദേശീയ പാർട്ടികൾ, പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ കോൺഗ്രസും BJPയും, അവർ ലീഡ് ചെയ്യുന്ന അതാതിടങ്ങളിലെ പ്രാദേശിക പാർട്ടികൾ പിളർന്നു മാറി 2 കക്ഷികളായിട്ടുള്ള അങ്ങനെ ത്രികക്ഷി സഖ്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നും മത്സരിച്ച മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി എന്ന കോൺഗ്രസ് മുന്നണി, ഇന്ത്യ മുന്നണി, MBA 56 സീറ്റ് എന്ന താരതമ്യേന വളരെ കുറഞ്ഞ സീറ്റ് എണ്ണത്തിലേക്ക് വന്നിരിക്കുകയാണ്. മഹായുതി 227 സീറ്റ്, അതായത് BJP മുന്നണി, NDA മുന്നണി വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയിരിക്കുന്നു. അതേസമയം ജാർഖണ്ഡിലാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ജാർഖണ്ഡിൽ JMM 32 സീറ്റുകളിലും കോൺഗ്രസ് 16 സീറ്റുകളിലും RJD 5 സീറ്റുകളിലുമായിട്ട് അങ്ങനെ ഏതാണ്ട് 51 സീറ്റോളം അവർ നേടിയിട്ടുണ്ട്. JMM 32, കോൺഗ്രസ് 16, RJD 5, BJP 23 മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ജാർഖണ്ഡിലെ മുന്നേറ്റം കൊണ്ട് ഇവർക്ക് ദേശീയതലത്തിൽ സന്തോഷിക്കാനാകാത്ത വിധം മഹാവികാസ് അഘാഡി തകർന്ന് താഴേക്ക് പോയിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഒപ്പം ഇവിടെ ശ്രീജിത്തും സബാനും സനോജും അടക്കമുള്ള ആളുകളുണ്ട്. ശ്രീജിത്ത്, ഇത് പ്രതീക്ഷിക്കാത്തതാണ്, പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ, അല്ലേ? മഹാരാഷ്ട്രയിൽ ഇത് പ്രതീക്ഷിക്കാത്തതാണെന്ന് തോന്നുന്നു. ഇത്ര വലിയൊരു മുന്നേറ്റം അവരുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞൊരു 20 വർഷക്കാലത്തിനിടയിൽ വലിയൊരു മുന്നേറ്റമാണ് മഹായുതി അല്ലെങ്കിൽ BJP സഖ്യം നേടിയിട്ടുള്ളത്. കാരണം ഈ നമുക്കറിയാവുന്നത്, നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതായത് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ശിവസേന ഒരു വലിയ കക്ഷിയായിട്ട്, പ്രത്യേകിച്ചും മുംബൈ മേഖലയിൽ അല്ലെങ്കിൽ കൊങ്കൺ മേഖലയിലൊക്കെ വലിയ താനെ മേഖലയിലൊക്കെ വലിയൊരു കക്ഷിയായിട്ട് നിൽക്കുകയായിരുന്ന ശിവസേനയെ പിളർത്തിയാണ്, അല്ലെങ്കിൽ അത് പിളർന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. NCP അതുപോലെ കോൺഗ്രസിൽ നിന്ന് പിളർന്നു എന്നാണ് NCP. പക്ഷേ NCP വിദർഭ മേഖലയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ പശ്ചിമ മേഖലയിൽ, അതായത് മുംബൈ അടക്കമുള്ള മേഖലയിലൊക്കെ NCPക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ആ NCPയും പിളർന്നു. അതായത് 2 പാർട്ടികൾ
4 പാർട്ടികളായി മാറിയൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ വോട്ട് വിഹിതം എങ്ങനെ പോകും എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും വോട്ട് വിഹിതം ഒരേപോലെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടികൾ കിട്ടുന്ന സീറ്റുകളും ഏതാണ്ട് ഈക്വലായി മാറും. പക്ഷേ അതിനെയൊക്കെ കവച്ചു വെക്കുന്നൊരു അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു മറികടക്കുന്ന ഒരു നേട്ടമാണ് BJP ഉണ്ടായത്. 152 സീറ്റുകളാണ് BJP മത്സരിച്ചത്. ഏതാണ്ട് 122 സീറ്റുകൾ ഇപ്പോൾ ഒരു ലീഡ് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ BJP തന്നെ ഒരുപക്ഷെ അത് പ്രതീക്ഷ ഉണ്ടാവില്ല 122 സീറ്റുകൾ ജയിക്കുക എന്നുള്ളത്. 145 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അവിടെ അത് BJPയുടെ വിജയം തന്നെയാണോ? അതായത് ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാകും എന്ന പ്രതീക്ഷ അവർക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും വിധം BJP ആണ് കൂടുതൽ സീറ്റുകൾ നേടിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ആ രൂപത്തിലായിരുന്നു BJPയുടെ ഒരു പ്രചരണ രീതി. കാരണം ഈ ഏത് വിധേനയും മുംബൈ, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ അല്ലെങ്കിൽ മഹാരാഷ്ട്ര, അല്ലെങ്കിൽ ആ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ മുംബൈയിലെ മഹാരാഷ്ട്രയിലെ ഭരണം BJP സംബന്ധിച്ച് ദീർഘകാലമായി ഒരു BJP മുഖ്യമന്ത്രി ഇപ്പോൾ കുറേ നാളുകളായി മഹാരാഷ്ട്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര ഏത് വിധേനയും BJPക്ക് ഭരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ കിട്ടാതിരുന്നൊരു ഭരണം അല്ലെങ്കിൽ കൈവിട്ടു പോയ ഭരണത്തിന് വേണ്ടി ശിവസേനയെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓഫർ, മുഖ്യമന്ത്രി പദം എന്നുള്ള ഓഫർ ഏകനാഥ് ഷിൻഡെക്ക് കൊടുത്ത് കൊണ്ടുവന്നത്. ആ കൊണ്ടുവരുമ്പോഴൊക്കെ BJPയുടെ മനസ്സിലുണ്ടായിരുന്നത് ഇത്തവണ എന്തായാലും മഹാരാഷ്ട്ര ഭരിക്കണം. തീർച്ചയായും. അതുകൊണ്ട് തന്നെ BJP ഒരു കാരണവശാലും ഒരു വാക്കുകൊണ്ട് പോലും ശിവസേന അല്ലെങ്കിൽ ഷിൻഡെ മുറിവേൽപ്പിച്ചിട്ടില്ല. ഒരു ഉപമുഖ്യമന്ത്രിയെ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ആരോടൊപ്പമാണ്? അജിത് പവാറിനൊപ്പമാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഒരു ഉപമുഖ്യമന്ത്രിയായി തുടർന്നത്. അതെല്ലാം ഒരു സൈലന്റ് നീക്കമായിരുന്നു. ആ രൂപം അത് വിജയിച്ചുകൊണ്ട് വേണം കണക്കാക്കാൻ. ഇതിനകത്ത് ശിവസേന ആരുടെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന? NCP ആരുടെ NCP ആണ് യഥാർത്ഥ NCP? ഈ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. ശരത് പവാർ എന്ന അധികായന്റെ താഴേക്ക് പോക്കുകൂടെ ഇതിനകത്തുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അത് ഈ നമ്മളിപ്പോൾ 2014 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പിവറ്റലായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ്. അത് BJP ക്ലിയർ ആയിട്ടുള്ള മാൻഡേറ്റോടുകൂടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും. ആ വർഷം നടന്നിട്ടുള്ള മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 122 സീറ്റോട് BJP, അതിൽ ഈ പറഞ്ഞ NCP, അന്ന് NCP പിളർന്നിട്ടില്ലാത്ത NCP ആണ് 41 സീറ്റ്. അതേസമയം 2019 തെരഞ്ഞെടുപ്പ് നോക്കുക 54 സീറ്റായി അവർ വർദ്ധിപ്പിച്ചു. ആ NCPയെ പിളർത്തിയതാണ് ഏറ്റവും നിർണായകമായി BJP ഇന്ന് നേടിയെടുത്ത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു. അത് 2 കാര്യങ്ങൾ അവർ ചെയ്തു. ഒന്ന്, ശിവസേനയെ ആദ്യം തന്നെ അവർ പിളർത്തി. ശിവസേന അവിടെ ഒരു മഹാരാഷ്ട്ര ദേശീയതയിൽ ഊന്നി നിലനിന്നിരുന്നൊരു പാർട്ടിയെ വളരെ കൃത്യമായി ആദ്യം തന്നെ അത് പിളർത്താൻ സാധിച്ചു. രണ്ടാമതായി അവർ ലക്ഷ്യമിട്ട് നോക്കൂ, 2014 തരംഗത്തിൽ നിന്ന് മോദി തരംഗത്തിനെ അതിജീവിച്ചുകൊണ്ട് 54 സീറ്റിലേക്ക് വളർന്നു പോയിട്ടുള്ള NCP എന്ന പാർട്ടിയെ പിളർത്തുക എന്നത് ആ മിഷൻ വിജയിപ്പിച്ചതാണ് അതിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്നതിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് സനോജ്, പ്രധാനപ്പെട്ട കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടായല്ലോ. ഇപ്പോൾ ശരത് പവാറിൻ്റെ പിൻഗാമി അജിത് പവാർ ആണെന്ന് വരുന്നു. എന്ന് വെച്ചാൽ യഥാർത്ഥ NCP ഏതാണ്? ഇവിടെ ഉദ്ധവ് താക്കറെ പോയിട്ട് ഏക്നാഥ് ഷിൻഡെ എന്ന മുമ്പ് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഒരാൾ ശിവസേന എന്ന് പറയുന്ന മുംബൈയിലെ അല്ലെങ്കിൽ താനെയിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ആകെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രാദേശിക പാർട്ടിയുടെ തലപ്പത്തേക്ക് വരിക. അത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം വന്നപ്പോൾ ഉണ്ടായി. പക്ഷേ ഈ പറയുന്നത് പോലെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട നേതൃമുഖങ്ങളെല്ലാം താഴേക്ക് പോകുന്നു എന്നതുകൂടെ ഇപ്പോൾ സംഭവിച്ചു അല്ലേ? തീർച്ചയായിട്ടും. അതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ ഒരു 4-5 മേഖലകളായിട്ട് നമ്മൾ തിരിക്കുമ്പോൾ ആ മേഖലകളെ എങ്ങനെയാണ് വോട്ട് ഗ്രാബ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ BJP വളരെ സക്സസ്ഫുള്ളി കാര്യങ്ങൾ ചെയ്തു എന്ന് വേണം കരുതാൻ. കാരണം മഹാരാഷ്ട്രയിൽ BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാര്യം നേരത്തെ ഇപ്പം സെബാനും ശ്രീജിത്തും ഒക്കെ പറഞ്ഞതുപോലെ അവരുടെ ശിവസേനയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് സമതുലിതമായ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പകരം ഷിൻഡെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നു ആ വോട്ട് ബാങ്കിനെ. മറ്റൊന്ന്, NCPയെ പിളർത്തിയ സമയത്ത് ഇത്രയും പ്രബലനായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശരത് പവാറിന് ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിദർഭ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ഇപ്പോൾ ശ്രീജിത്തിനറിയാം, വിദർഭ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം. അതായത് കാർഷിക മേഖലകളിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചിരുന്നത് ഇത്തരത്തിലുള്ള കാർഷിക പ്രതിസന്ധികളുണ്ടാവും, കാരണം കർഷക മാർച്ചെല്ലാം നടന്ന മേഖലകളാണ്. പക്ഷേ ഈ മേഖലകളിലേക്ക് മഹായുതി സഖ്യം കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് കൂട്ടുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മേഖലയ്ക്കനുസരിച്ച്, ഇപ്പോൾ OBC രാഷ്ട്രീയമാണെങ്കിൽ അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളാണെങ്കിൽ മറ്റൊന്ന് പ്രധാനപ്പെട്ട 2 പാർട്ടികളെ 4ആയി പിളർത്തുന്നതിൽ വിജയിക്കുന്നതിൽ ഈ രീതിയിൽ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ്
വളരെ നല്ല രീതിയിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും അല്ലേ? ഇതിൽ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ ലാഡ്കി ബഹിൻ എന്ന് പറയുന്ന അവരുടെ ഒരു ഈ പെൺകുട്ടികൾക്ക് 1500 രൂപ കൊടുക്കുന്ന പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതി ഒരു പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം BJP മനസ്സിലാക്കിയിരുന്നത് ഇപ്പോൾ സനോജ് പറഞ്ഞ പോലെ ഈ വിദർഭ മേഖലയിലും വടക്കൻ മഹാരാഷ്ട്രയിലും കൊങ്കൺ മേഖലയിലും ഇവിടെ ഈ വിളനാശം ഏറ്റവും കൂടുതൽ ഉണ്ടായൊരു സമയമാണ്. കാർഷിക മേഖലയാണ്. നമുക്കറിയാം പരുത്തി, സോയാബീൻ, സവാള അല്ലെങ്കിൽ കരിമ്പ്, വൈൻ. നമുക്ക് ഈ വിദർഭയാണ് ഇന്ത്യയുടെ വൈൻ തലസ്ഥാനം, ഇന്ത്യയുടെ വാഴപ്പഴത്തിൻ്റെ തലസ്ഥാനം എന്നൊക്കെ നമ്മൾ PSC പരീക്ഷയിൽ പഠിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതുപോലെ പരുത്തി കൃഷി, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കരിമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളൊന്ന് മഹാരാഷ്ട്രയാണ്. കരിമ്പ് കർഷകരുടെ രാജാവാണ് ശരത് പവാർ. ഈ മേഖലയിലൊക്കെ വിളനാശം വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്, കാർഷിക പ്രശ്നങ്ങളും ചർച്ചയായിട്ടുണ്ട്. ഇതിനെ മറികടക്കുക എന്നുള്ളത് മറ്റ് മേഖലയിൽ, അതായത് കർഷകരല്ലാത്ത മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സനീഷ് പറഞ്ഞ പോലെ ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് ആവശ്യമായ പദ്ധതികൾ, അതാണ് ഈ പദ്ധതി. 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ചായിരുന്ന പദ്ധതി 1500 രൂപ വരെ. അത് വലിയ രൂപത്തിൽ ചർച്ചയായി, അതൊരു വിജയവുമായി. മറ്റ് പദ്ധതികൾ ഇപ്പോൾ പരുത്തി കർഷകർക്ക്, സോയാബീൻ കർഷകർക്കൊക്കെ ആശ്വാസമാകുന്ന പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്നത് ഈ ഒരു രൂപത്തിലായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ഈ 1500 രൂപ കൊടുത്തപ്പോൾ 3000 രൂപ കൊടുക്കാമെന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞിരുന്നു, മഹാവികാസ് അഘാടി പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നേരത്തെ സനോജ് പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള തന്നെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് വിജയിച്ചത്. തീർച്ചയായും. അതായത് ഈ യഥാർത്ഥ ശിവസേന, യഥാർത്ഥ NCP ആരാണെന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യമാണ്. അതാണ് ആ സോഷ്യൽ. അതോടൊപ്പം ഒരു വലിയ മൈക്രോ മാനേജ്മെന്റ് അതിനകത്ത് നടത്തി. ചിഹ്നം, യഥാർത്ഥ ചിഹ്നം അവരുടേതാണ്. ഈ സെബാൻ പറഞ്ഞ പോലെ ശിവസേനയ്ക്ക് അവരുടെ ചിഹ്നവും അവരുടെ രാഷ്ട്രീയവും വലിയ പ്രധാനമുള്ള സംഗതിയാണ്. ആ ചിഹ്നം നഷ്ടപ്പെട്ടാൽ പോയി. ഇപ്പൊ നമ്മൾ കേരളത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ചില CPM പറയുന്ന പോലെ ആ ചിഹ്നത്തിനായിരുന്നു വോട്ട്, NCPയുടെ ചിഹ്നത്തിനായിരുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെയും കുടുംബം എന്നത് പ്രധാനമായിരുന്നല്ലോ. താക്കറെയുടെ നേർക്കുനേരുള്ള കുടുംബം, ഉദ്ധവ് താക്കറെ അവിടെ ഉണ്ടായിരിക്കെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയിരിക്കെ, ഏക്നാഥ് ഷിൻഡെ താനെയിൽ വലിയ ബന്ധങ്ങളൊക്കെയുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് കളിച്ചു കയറി വന്ന ആളാണെങ്കിലും അവിടുത്തെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. സ്വാഭാവികമായിട്ടും ചിലരെങ്കിലും വിചാരിച്ചു താക്കറെ കുടുംബത്തിനുണ്ടല്ലോ ഒരു മാർക്കറ്റ്, അത് വെച്ച് ഉദ്ധവ് താക്കറെ പിടിക്കുന്ന. അതിനപ്പുറം അധികാരം എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അധികാരം BJPക്കൊപ്പം നിന്നാലാണ് അധികാരത്തിൽ തുടരാൻ കഴിയുക. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ജാതി സമവാക്യം, ശിവസേന ആർക്കൊപ്പം നിൽക്കണം, അതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് പറഞ്ഞത്. ഭിന്നിപ്പിക്കുന്നവർക്കൊപ്പമല്ല, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കണം. ശിവസേന അതിന്റെ യഥാർത്ഥ ശരം ചെന്ന് കൊള്ളുന്നത് ശിവസേനയുടെ നെഞ്ചത്തേക്കാണ്. അതാണ് എനിക്ക് തോന്നുന്നത് സെബാൻ, അതിനകത്ത് ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്നത് ഉണ്ടാകും അല്ലെ? ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്നത് തന്നെയാണ് ഈ പറഞ്ഞ ശിവസേനയുടെയും അടിസ്ഥാന റൂട്ട്. അതിനകത്ത് മാറിയിട്ട് മതേതരത്വം ഉണ്ടാക്കാൻ പോയാൽ ഉദ്ധവ് താക്കറെ താഴെ പോകും. പക്ഷേ BJPക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ പിന്നെ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ നിങ്ങൾ പറയണം. മറാഠ അല്ലെങ്കിൽ ഈ പറയുന്ന മുംബൈ, മഹാരാഷ്ട്ര തദ്ദേശവാദമൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ ആ ബേസ് എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വയിലാണ് എന്ന കാര്യം കൂടെ ഉറപ്പിക്കുകയാണ് BJP ചെയ്തത് അല്ലേ? അങ്ങനെ പറയാമല്ലോ. ശിവസേന പിളർത്തുന്നത് തന്നെ അങ്ങനെയാണ്. അതായത് ഈ അധികാര തർക്കം ഉണ്ടാകുന്ന സമയത്ത് NCPയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായ ശേഷം ഏക്നാഥ് ഷിൻഡെയുടെ ഈ പാളയത്തിൽ പടയുണ്ടാകുന്നത് തന്നെ അതിൻ്റെ പ്രത്യയശാസ്ത്ര കാരണമെന്ന് പറഞ്ഞത് തന്നെ ശിവസേന അതിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മതേതര പോകുന്നു. ശിവസേന എന്ന് പറയുന്നത് ഒരു എപ്പോഴും ഹിന്ദുത്വ ആശയങ്ങൾ പറഞ്ഞിട്ടുള്ള, ദേശീയ തലത്തിൽ ഹിന്ദുത്വ ആശയം പറയുന്ന RSSനോടോ BJPയോടോ ചേർന്ന് നിന്നിട്ടുള്ള ഒരു പാർട്ടി അതിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞ ബാൽ താക്കറെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ പോലും കൈയൊഴിയുന്ന തരത്തിൽ കറക്റ്റാണ് ആ രാഷ്ട്രീയം രൂപപ്പെട്ടു. കുടുംബത്തിനപ്പുറത്തേക്ക് അവരുടെ ബേസ് റൂട്ട് പൊളിറ്റിക്സ് എന്നുള്ളത് ഈ പറയുന്ന ഹിന്ദുത്വയോട് ചേർന്നേക്കുന്ന പൊളിറ്റിക്സ് ആണെന്ന് വന്നു. എനിക്ക് തോന്നുന്നു സനോജ്, ഈ MNS ഉണ്ടാവുന്നത് പോലും അവിടെ പക്ഷെ ഒറ്റ സീറ്റില്ല അല്ലേ? അല്ല, MNS പക്ഷെ തുടങ്ങിയ സമയത്ത് അവർ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കി. അതുപോലും ഈ തീവ്ര നിലപാടിന്റെ ഒരു സ്പ്ലിറ്റ് ആയി. അപ്പൊ ഇത്തവണ നരേന്ദ്രമോദി റാലികളിൽ ചോദിച്ച ഒരു ചോദ്യം, യഥാർത്ഥത്തിൽ ശിവജിയുടെ പാരമ്പര്യമുള്ള മറാത്ത വീര്യമുള്ള പാർട്ടി ഏത് ശിവസേനയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിവേഴ്സ് മൂല്യം എന്ന് പറയുന്നത്, അതായത് അവരെ സംബന്ധിച്ച് അവരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ശിവജിയുടെ അല്ലെങ്കിൽ മറാത്ത വീര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ നല്ലൊരു ശതമാനം വരെ പുലർത്തിയിട്ടുള്ള ശിവസേനയുടെ പാരമ്പര്യത്തിൽ നിന്ന് കുറച്ചുകൂടെ സെക്യുലറായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ശിവസേന വരുന്നു, ഉദ്ധവ് താക്കറെ. അത് അവിടുത്തെ ഈ പറയുന്ന രീതിയിലുള്ള സാധാരണ വോട്ടർമാർക്കിടയിൽ വേറെ തരത്തിൽ വർക്ക് ചെയ്തെടുക്കുന്നതിൽ, അതിനെ ചോർത്തിയെടുക്കുന്നതിൽ BJP വിജയിച്ചു എന്ന് പറയേണ്ടി വരും. ആത്യന്തികമായിട്ട് എനിക്ക് തോന്നുന്നു ഭാവിയിൽ BJP കാണുക ഈ ശിവസേനയും വേണ്ട, അതായത് ഹിന്ദുത്വ പൊളിറ്റിക്സ് കൊണ്ടുവന്ന്
രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ എങ്ങനെയാണോ നേട്ടം ഉണ്ടാക്കിയത്, അതുപോലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ട് മഹാരാഷ്ട്രയിലും നേരിട്ടുള്ള ഹിന്ദുത്വ, അതിനിടയിൽ ഇടനിലക്കാരായിട്ട് ശിവസേനയൊന്നും വേണ്ട, നേരിട്ടുള്ള ഹിന്ദുത്വം തന്നെ അപ്ലൈ ചെയ്യാം എന്നതിൻ്റെ ഒരു പരീക്ഷണ ഗ്രൗണ്ടായിട്ട് കൂടിയായിരിക്കും BJP കാണുന്നുണ്ടാവുക. ആ തീരുമാനം അത് തന്നെയാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള പ്ലാൻ. അതായത് ഈവൻ നമ്മളിപ്പോൾ ഷിൻഡെ ഉണ്ടാക്കുന്ന ഒരു മേധാവിത്വം പോലും BJP യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ല. അതായത് ശിവസേന ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നതിലൂടെ ഈ ഇരു ശക്തികളെയും കാലക്രമേണ ദുർബലപ്പെടുത്തി BJPയുടെ ഒരു മെജോറിറ്ററിയൻ സ്വഭാവത്തിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുവരണം എന്നുള്ളതിന്റെ ഒരു കൃത്യമായ പ്ലാനിൽ തന്നെയാണ് ഇപ്പോഴും നിലവിൽ മഹാരാഷ്ട്രയിൽ BJP പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് താൽക്കാലികമായിട്ട് ഏക്നാഥ് ഷിൻഡെക്ക് വലിയ നേട്ടം ഉണ്ടാകുമെങ്കിലും ഈ ശിവസേന എന്ന പാർട്ടി പതുക്കെ ഇല്ലാതായി പോകും എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നതേ ഉള്ളൂ അല്ലേ. ഈ ബട്ടേങ്ക കട്ടേങ്ക എന്നൊരു മുദ്രാവാക്യമാണ് ഇത്തവണ അവിടെ ഓടിയത് മഹാരാഷ്ട്രയിൽ, പ്രത്യേകിച്ചും ഈ മുംബൈ മേഖലയിലെല്ലാം ഓടിയത്. അതെന്ന് വെച്ചാൽ ഭിന്നിപ്പിച്ചു നിന്നാൽ നമ്മൾക്കാണ് ഇല്ലാതായി പോകുന്നത്. അത് BJPയുടെ മുദ്രാവാക്യമാണ്. അതായത് ഹിന്ദുക്കൾ, പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ശിവസേന, യഥാർത്ഥ ശിവസേന, സനോജ് പറഞ്ഞ മാതിരി യഥാർത്ഥ ശിവസേന എന്ന രൂപത്തിലേക്ക് ആ ചർച്ച കൊണ്ടുപോയി എന്നുള്ളതാണ്. അതെ, ഇത് പ്രശ്നം ഈ ബട്ടേങ്കാത്തോ കട്ടേങ്ക എന്നുള്ള ഒരു പ്രയോഗം അതൊരു അവിടുത്തെ ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം വളരെ മനോഹരമായിട്ട് അത് ഉപയോഗിച്ചു, അത് വർക്കൗട്ട് ചെയ്തു, അത് വിജയിപ്പിച്ചു എന്നുള്ളതാണ് BJPക്ക് കിട്ടിയ അനുഭവം. അതാണ് ഈ 122 സീറ്റുകളുടെ ഒരു. നമുക്കൊന്ന് ജാർഖണ്ഡിലേക്ക് കൂടെ പോകണം. അതിനു മുമ്പ് പക്ഷേ കൈവശം നമ്മുടെ ആരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വിജയിച്ചു അല്ലേ? ദേവേന്ദ്ര ഫഡ്നാവിസ് എല്ലാവരും BJP സംബന്ധിച്ചവിടെ എല്ലാവരും വിജയിച്ചു. ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്നുള്ളത് മുഖ്യമന്ത്രി പദം എന്നുള്ള രൂപത്തിൽ ചർച്ച വരാൻ പോകുന്നുണ്ട്. ജാർഖണ്ഡിൽ സനോജ, പക്ഷേ ജാർഖണ്ഡിൽ നേരെ തിരിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ ഈ BJP ഇവിടെ വിജയിപ്പിച്ച അവരുടെ ഹിന്ദുത്വ അഗ്രസീവായിട്ടുള്ള പൊളിറ്റിക്സ്, അതായത് ഈ മുസ്ലിം വിരോധ പൊളിറ്റിക്സ് അവർ അതിശക്തമായിട്ട് പുറത്തെടുത്ത കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് മുസ്ലിം വിരോധ പരിപാടികൾ നടത്തിയ തെരഞ്ഞെടുപ്പിന് ശേഷം പക്ഷേ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കി കോൺഗ്രസ് മുന്നണി അല്ലേ, ഇന്ത്യ മുന്നണി. ജാർഖണ്ഡിലെ ഇത്തവണത്തെ ഫലം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ രീതിയിലൊരു റിവീലിംഗ് ഫാക്ടർ ഉണ്ട് അതിനകത്ത്. അതായത് ജാർഖണ്ഡിലെ ഫലത്തെ നമ്മൾ ഒരുപക്ഷെ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഫലമായിട്ടോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൻ്റെയൊക്കെ ഒരു ഓളത്തിൽ പോകുമെങ്കിലും യഥാർത്ഥത്തിൽ ജാർഖണ്ഡിലെ രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഹേമന്ത് സോറനെ മാത്രമല്ല, JMMനെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തെ വലിയ രീതിയിൽ എൻകറേജ് ചെയ്യുന്ന ഒരു വിജയമാണെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് ടെലഗ്രാഫിനും ടൈംസ് ഓഫ് ഇന്ത്യക്കും നൽകിയ അഭിമുഖത്തിൽ ഹേമന്ത് സോറൻ പറയുന്ന കാര്യങ്ങളുണ്ട്. 500 കോടി രൂപയാണ് BJP ഹെയ്റ്റ് പൊളിറ്റിക്സ് ക്യാമ്പയിനുകൾക്ക് വേണ്ടി ജാർഖണ്ഡിൽ ചെലവഴിച്ചത് എന്നാണ് ഹേമന്ത് സോറൻ. അതെ, 500 കോടി രൂപയുടെ ക്യാമ്പയിൻ, അതായത് ഹെയ്റ്റ് സ്പീച്ചിനും മറ്റു കാര്യങ്ങൾക്കും അതിൻ്റെ 95,000 വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ സർക്കാരിൻ്റെ പദ്ധതികൾ, സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ പോലും കേന്ദ്രത്തിൻ്റെ പദ്ധതികളാണ് എന്ന് സാധാരണക്കാരായ തൊഴിലാളികൾക്കും ആദിവാസികൾക്കും ഇടയിൽ പ്രചരിപ്പിച്ചു. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ നുഴഞ്ഞു കയറുന്നവർ എന്നുള്ള പ്രയോഗം കഴിഞ്ഞ 6 മാസമായി ജാർഖണ്ഡിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ശിവരാജ് സിംഗ് ചൗഹാനെ കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ അത് ബാലൻസ് ചെയ്യാൻ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ അസമിൻ്റെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നു. എന്നിട്ട് അത് ബാലൻസ് ചെയ്തു. അതായത് വികസനം ഇപ്പുറത്ത് ശിവരാജ് സിംഗ് ചൗഹാൻ പറയുന്നു, ഇപ്പുറത്ത് നുഴഞ്ഞു കയറ്റക്കാരെന്നുള്ള പ്രയോഗം നടത്തുന്നു. ഇവർ ആദിവാസി മേഖലകളിലെ ഭൂമി തട്ടിയെടുക്കുമെന്നും ആ രീതിയിലുള്ള വലിയ വ്യാപകമായ പ്രചരണം നടത്തുന്നു. നമ്മളൊരു പരസ്യം കണ്ടിരിക്കും കഴിഞ്ഞ ദിവസം. അത്തരത്തിലുള്ള പരസ്യങ്ങൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചു. ഇത് 500 കോടി രൂപയോളം ഇതിനുവേണ്ടി ചെലവഴിച്ചു. ആ സമയങ്ങളിൽ EDയുടെ റെയ്ഡുകൾ വന്നു, IT ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡുകൾ വന്നു. ഇത്തരത്തിലുള്ള ധാരാളം സംഗതികൾ ജാർഖണ്ഡിൽ നടന്നു. മറ്റൊന്ന്, ഖനി മേഖലയിലെ തൊഴിലാളികൾ, അതായത് സഹകരണ സംഘങ്ങൾ പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഗ്രൂപ്പുകൾക്ക് ഈ ഖനിയുടെ ലീസ് കൊടുക്കുകയും ബീഹാർ, ഛത്തീസ്ഗഡ്, ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ആളുകളെ അവിടേക്ക് കൊണ്ടുവരികയും ഇതിനെ ജാർഖണ്ഡിൻ്റെ ഒരു തനതു സ്വഭാവത്തിനെ പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമം, ഒരു ഹിന്ദി ബെൽറ്റിൻ്റെ മറ്റൊരു തരത്തിലുള്ള പുറത്തുള്ള ഒരു ഹിന്ദി ബെൽറ്റിൻ്റെ ശ്രമം നടത്തുന്നു. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ ഉന്നയിച്ചു. അതിൽ സോറൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ആ അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ആദിവാസികൾ മണ്ടന്മാരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പോയിന്റ്. അതെ, ആ ആദിവാസികളെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പ്രചരണത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, അവിടുത്തെ ഏതാണ്ട് ഒരു 15-20ഓളം മണ്ഡലങ്ങളിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. ഈ സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരുപക്ഷെ ചില മേഖലകളിൽ ന്യൂട്രൽ വോട്ടായി മാറുമോ എന്ന് നമ്മൾ സംശയിക്കുന്ന മേഖലകളിൽ ഉൾപ്പെടെ കൃത്യമായ രാഷ്ട്രീയ വോട്ട് ഇത്തവണ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദേശീയ മാധ്യമങ്ങൾ അതിന് കൊടുത്ത, ഈ ഇലക്ഷന്റെ മുമ്പ് കൊടുത്ത ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് ഇൻഫിൽട്രേഷൻ വേഴ്സസ് മയ്യ സമ്മാൻ യോജന എന്നാണ്.
അതായത് സ്ത്രീകൾക്കും അതുപോലെ വിധവകൾക്കുമായിട്ടുള്ള സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചു. അതാണോ വിജയിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ, അതോ നുഴഞ്ഞു കയറ്റമാണോ വിജയിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള മറുപടി ജാർഖണ്ഡ് കൊടുത്തു എന്ന് വേണം. ഇതിനകത്ത് സെബാൻ എനിക്ക് തോന്നുന്നു, അതായത് ഈ ഹിന്ദുത്വയുടെ അഗ്രസീവായിട്ടുള്ള അക്രമോത്സുകമായിട്ടുള്ള ഈ രാഷ്ട്രീയ എടുത്ത് മുന്നോട്ട് വെക്കുമ്പോൾ അതിന് ബദലായിട്ട് ആദിവാസികളും ദളിതുകളുടെയും ഒരു ഐക്യമാണ് വരിക എന്ന് ഈ പറയുന്ന രാഷ്ട്രീയ ചിന്തകരിൽ പലരും പറയാറുണ്ട്. അപ്പം അതിനൊരു ഉദാഹരണം ജാർഖണ്ഡിൽ നിന്ന് കിട്ടി എന്ന് വേണ്ടേ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ സോറൻ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അതായത് ആദിവാസികളെ അങ്ങനെ മണ്ടന്മാരാണെന്ന് കരുതരുത്, അവർ ശരിക്കും ആ രാഷ്ട്രീയം കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിനെതിരെ നിൽക്കുന്ന ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ ഒരു വിജയമാണ് നമ്മൾ കണ്ടത് ജാർഖണ്ഡിൽ, അല്ലേ? തീർച്ചയായിട്ടും. അത് നേരത്തെ ഇപ്പം സനോജ് പറഞ്ഞതുപോലെ ഈ ഏറ്റവും ഉദ്വേഗജനകമായി ശ്വാസം അടക്കി പിടിച്ചിരുന്ന് ഇന്ന് കണ്ട തെരഞ്ഞെടുപ്പ് ജാർഖണ്ഡായിരുന്നു. കാരണം മഹാരാഷ്ട്ര നമുക്ക് അതിൻ്റെ 2 ദിവസം കൊണ്ട് മനസ്സിലായി എന്താ സംഭവിക്കുക, അതിൻ്റെ അടിയൊഴുക്കുകൾ ക്ലിയറാണ്. നമുക്ക് ഈ റിസൾട്ട് ഇത്രയധികം ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോയും ജനം തള്ളിക്കളഞ്ഞു. അത്രയും നല്ല മാനിഫെസ്റ്റോ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ജാർഖണ്ഡ് എന്ന് പറയുന്നത് മറ്റൊരു ചിത്രമാണ്. ജാർഖണ്ഡ് എന്ന് പറയുന്നത് ഒരു ആദിവാസി സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ BJP അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ആകമാനമുള്ള ഒരു തലവരയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിധിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ജയിച്ച മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ഇങ്ങനെ സംസ്ഥാനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ള മണ്ഡലങ്ങളാണ് കൂടുതലായി ഇപ്പോൾ JMM വിജയിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശിനോട് ചേർന്ന ഭാഗം അല്ലെങ്കിൽ ഒഡീഷയോട് ചേർന്ന ഭാഗം, ബീഹാറിനോട് ചേർന്ന ഭാഗം, ഇവിടെയൊക്കെ BJP നേട്ടമുണ്ടാക്കുന്നു. അപ്പോൾ ഇൻലാൻഡിലാണ് കൂടുതലായും കോൺഗ്രസോ സഖ്യകക്ഷികളോ JMM ഒക്കെ കൂടുതലായി നേട്ടമുണ്ടാക്കിയിട്ടുള്ളത്. ഇത് ജീവൻ മരണ പോരാട്ടത്തിൽ ഹേമന്ത് സോറൻ വിജയിച്ചു എന്നത് ആ കോർ ബെൽറ്റ് കൊണ്ട് തന്നെ അത് സാധിച്ചെടുത്തു എന്നത് നമുക്ക് എടുത്തു പറയേണ്ട വിജയമായി ഹേമന്ത് സോറനെ നമ്മൾ അഭിനന്ദിക്കണം. ശരിക്കും യഥാർത്ഥത്തിൽ ശക്തരായിട്ടുള്ള പ്രാദേശിക പാർട്ടികളോട് BJP നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ പ്രാദേശിക പാർട്ടികൾ സ്വന്തം നിലക്ക് നിൽക്കുകയാണെങ്കിൽ അവർ പിടിച്ചു നിൽക്കുന്നതിന് തെളിവ് കൂടിയാണ്. പക്ഷേ അവിടെയാണ് ഈ മഹാരാഷ്ട്രയിലൊക്കെ ചെയ്ത പോലെ ഇവരെ മുറിച്ചു കളയുക എന്നുള്ള തന്ത്രം BJP ജാർഖണ്ഡിലും ചെയ്തു. ചമ്പൈ സോറിനെ എടുത്ത് മാറ്റി. പക്ഷെ അവിടെ എന്നിട്ടും മാറിയില്ല, അദ്ദേഹത്തെ മാറിയില്ല. കാരണം അത് നേരത്തെ സനോജ് പറഞ്ഞ അത്രമാത്രം ഒരു തനത് ഇൻഡിജിനസ് ജനതയും മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു ദേശീയതയുടെ ഭാഗമായി നിൽക്കും. ഇപ്പോൾ അസമിൽ ചെയ്ത പോലെ ഹിമന്ത് ബിശ്വ ശർമ്മയെ കൊണ്ടുവന്നു. തോന്നുന്നു ജാർഖണ്ഡിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ അദ്ദേഹത്തെ ജയിലിലടച്ചു, സോറിനെ ജയിലിലടച്ചിരുന്നു, പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബുദ്ധിമുട്ടിച്ചിരുന്നു. പക്ഷെ ആത്മവിശ്വാസം കൈവിടാതെ ഇദ്ദേഹം പോരാടി. അപ്പോൾ പോരാടിയിട്ട് ജാർഖണ്ഡ് ഇപ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും ജാർഖണ്ഡിൽ സോറന് ഇങ്ങനെയൊരു വലിയ വിജയം നേടാൻ സഹായിച്ചിട്ടുണ്ടാവുക? ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കിടയിലല്ല. നേരത്തെ ചമ്പൈ സോറൻ അടക്കമുള്ള ആൾ അപ്പുറത്തേക്ക് ചാടിക്കാനും ശ്രമിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹം ഈ വിജയം ഉണ്ടാക്കിയത് ഏത് നിലക്ക് അദ്ദേഹം ആ വിജയം ഉണ്ടാക്കി? ഈ സോറൻ ജയിലിൽ പോകുന്നതോടുകൂടി JMM ഇല്ലാതാകുമെന്നാണ് BJP വിചാരിച്ചത്. അതായത് ചമ്പൈ സോറനെ പിടിക്കുന്നു, പിന്നെയുള്ളത് കൽപ്പന സോറൻ മാത്രമാണ്, പിന്നെ എല്ലാം താഴെക്കടയിൽ വളരെ പ്രാദേശികമായ നേതാക്കന്മാർ മാത്രമാണ്. അവിടെ ഹേമന്ത് സോറൻ വിജയിച്ചത് കൽപ്പന സോറനെ മുന്നിലിറക്കി. അവരവിടുത്തെ താരപ്രചാരകയായി മാറി. ഈ 1 വർഷം കൊണ്ട് കൽപ്പന സോറനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു 50% അവരുടെ പ്രചരണം നയിച്ചത്. ആ സ്ത്രീ വോട്ടർമാരെ മുഴുവൻ കയ്യിലെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ മനോഹരമായ ചിരിയൊക്കെയാണ് അത് ആ രൂപത്തിൽ ഗുണം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ പിന്നോക്ക മുസ്ലിം വോട്ടുകളാണ്, അല്ലെങ്കിൽ പിന്നോക്ക ദളിത് മുസ്ലിം വോട്ടുകളാണ്, ആദിവാസി വോട്ടുകളാണ് ഈ JMMന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അത് പൊളിക്കാനാണ് BJP ശ്രമിച്ചത്. മഹാരാഷ്ട്രയിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ മഹാരാഷ്ട്രയിൽ വിജയിക്കുകയും ജാർഖണ്ഡിൽ പരാജയപ്പെടുകയും ചെയ്ത ആ പോളിസിയാണ് BJPയുടേത്. പക്ഷേ ഹേമന്ത് സോറൻ ചെയ്തത് എന്താണോ ആദിവാസി ഗോത്ര ദളിത് വിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തു, അത് കൊടുക്കാമെന്ന് ഉറപ്പും കൊടുത്തു. ഹേമന്ത് സോറൻ ആ രൂപത്തിൽ അവർക്ക് വിശ്വാസവുമാണ്, അത് അവർ സ്വീകരിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനം ആദിവാസികൾക്കായിട്ടൊരു പ്രത്യേക വകുപ്പ്, അതായത് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് അവരുടെ ഉന്നമനത്തിന് അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിനായിട്ടൊരു പ്രത്യേക വകുപ്പ്. അതോടൊപ്പം തന്നെ അവരുടെ ഭാഷ, സംസ്കാരം, സംസ്കൃതി ഈ 3-4 കാര്യങ്ങൾ സംരക്ഷിക്കാനായി പ്രത്യേക നിയമം. അതൊരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്തും ആ രൂപത്തിലൊരു നിയമം കൊണ്ടുവന്നുണ്ടാവില്ല. ആ നിയമം കൂടി കൊണ്ടുവരുന്നതോടെ, അതായത് ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ ജാർഖണ്ഡിൽ ഭയപ്പെട്ടിരുന്നത് BJPയുടെ ആരോപണം തന്നെയാണ്. അതായത് മുസ്ലിം വിഭാഗം ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി ആദിവാസികളുടെ ഭൂമി കൈക്കലാക്കുന്നു. ആ രൂപത്തിൽ കൈക്കലാക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവരുമെന്ന് സോറൻ പറഞ്ഞത്. അത് അവർ ഉൾക്കൊണ്ടു. അതായത് അവരുടെ സംസ്കാരവും സംസ്കൃതിയും ഭാഷയും ഒക്കെ സംരക്ഷിക്കാൻ ഒരു നിയമം വരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന ഒരാളെ സ്വാഭാവികമായിട്ട് ഒരു പിന്തുണയ്ക്കും. ആ പിന്തുണയാണ് വോട്ടായി കിട്ടിയത്, ജയിച്ച് കയറിയത്. അതോടൊപ്പം തന്നെ ഈ BJP ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ മാട്ടി ബേട്ടി റൊട്ടി. അതായത് നിങ്ങളുടെ മകൾ, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ മണ്ണ്, ഇത്
മുസ്ലിം വിഭാഗങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന, അതായിരുന്നു സനോജ് നേരത്തെ പറഞ്ഞത്, നുഴഞ്ഞു കയറുന്നവർ, അതിന്റെ ഭാഗമായിട്ട് അതെ, അതൊരു പ്രചാരണമായിരുന്നു. അതായത് മാട്ടി, റൊട്ടി, ബേട്ടി ഇത് മൂന്നും ഈ നുഴഞ്ഞു കയറ്റക്കാർ കൈക്കലാക്കും. അപ്പോൾ സോറൻ മുന്നോട്ട് വെച്ചത് അതവർ കൈക്കലാക്കില്ല, ആ ഭൂമിയും ആ മണ്ണും നിങ്ങളുടെ മകളും നിങ്ങൾക്ക് തന്നെ എന്നുള്ള ഉറപ്പാണ് ഞാൻ നൽകുന്നത്, തിരിച്ചടിയായിരുന്നത്. ആ മറുപടിയിൽ മുദ്രാവാക്യം തിരിച്ചങ്ങോട്ട് വെച്ചു. അത് വോട്ടായി മാറി. മുദ്രാവാക്യത്തിന് ഒരു നിയമം കൂടി കൊടുത്തു, അത് വോട്ടായി മാറി. അതാണ് ജാർഖണ്ഡിന് സംഭവിച്ചത്. അതെ, നേരത്തെ ശ്രീത് പറഞ്ഞ ബഡേങ്കെ തോ കടേങ്കെ എന്ന് പറയുന്ന മുദ്രാവാക്യം ആണ് ഇവർ ഉയർത്തിയത്. അത് യുണൈറ്റഡ് വി സ്റ്റാൻഡ്, അല്ലെങ്കിൽ നമ്മൾ വീഴും, ഒരുമിച്ച് നിൽക്കാം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. ഏക് ഹേ തോ സേഫ് ഹേ എന്ന് മോദി മഹാരാഷ്ട്രയിൽ പ്രസംഗിച്ചു. ജാർഖണ്ഡിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി നമ്മളൊരു വട്ടം പറഞ്ഞതാണ് ഇത് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന മുദ്രാവാക്യം. അതായത് നുഴഞ്ഞു കയറി അവിടേക്ക് ആളുകൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറുന്നു, ബംഗ്ലാദേശിന്റെ അതിർത്തി, അവിടെ നിന്ന് ആളുകൾ വരുന്നു, ഇവരെല്ലാം തന്നെ നിങ്ങളുടെ ലാൻഡ്, നിങ്ങളുടെ സ്വത്ത് ഇതെല്ലാം ഗ്രാബ് ചെയ്യുമെന്ന് പറയുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിനാണ് BJP അവിടെ പയറ്റിയത്. ഒപ്പം തന്നെ അവിടെ നിലനിൽക്കുന്ന ആദിവാസി രാഷ്ട്രീയത്തിൽ ഒരു JM എന്ന് പറയുന്ന പാർട്ടിയുടെ ആധിപത്യത്തെ തകർക്കാൻ നേരത്തെ തന്നെ ED ഉപയോഗിച്ചുള്ള ശ്രമം നടത്തുന്നു. ആ പാർട്ടിക്കുള്ളിൽ തന്നെ പാളയത്തിൽ പട സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പലതരത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രയോഗിച്ച് വിജയിച്ച തന്ത്രങ്ങൾ തന്നെ പയറ്റുന്നു. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം BJP ഇന്ത്യയിലാകമാനം കേരളത്തിലടക്കം പ്രയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അത് OBC രാഷ്ട്രീയത്തിലോട്ട്, അല്ലെങ്കിൽ അവർണ ജനവിഭാഗങ്ങളെ കയ്യിലെടുക്കുക, അവരിലേക്ക് കടന്നു ചെന്ന് ഒരു കൃത്യമായൊരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് അധികാരം പിടിച്ചെടുക്കുക എന്നതാണ്. അതും ജാർഖണ്ഡിൽ വിജയ് പരീക്ഷിക്കുന്നത് കണ്ടു, അത് പരാജയപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സർവേ നമുക്കിത് അവസാനിപ്പിക്കാം. തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ജാർഖണ്ഡിലെ വിധി BJPക്ക് എതിരായിട്ടുള്ളതാണ്, അവരുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളതാണ്. പക്ഷേ മഹാരാഷ്ട്രയിലാണെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനാണ് വലിയ വിജയം ഉണ്ടായിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ വിധി എങ്ങനെയാണ് പ്രതിഫലിക്കുക? അതായത് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചാണോ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ കോൺഗ്രസുമായിട്ടുള്ള അലി ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർ വലിയ രീതിയിൽ നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് അറിയാമല്ലോ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അതിന്റെ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പെർസെൻറ്റേജ് ഓഫ് ഈ വോട്ട് നോക്കിയാൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിലാണ് ഇരു വിഭാഗങ്ങളും നിന്നിരുന്നത്. അതിൽ നിന്ന് കൂടുതൽ ഗെയിൻ ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ജാർഖണ്ഡിന്റെ പക്ഷേ ഒരു പ്രധാന പ്രത്യേകതയും കൂടെ പറഞ്ഞിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അത് പ്രസക്തമാണ്. കാരണം ജാർഖണ്ഡ് 2000-ൽ ഈ ബീഹാറിൽ നിന്നുമൊക്കെ വേർപെട്ടുണ്ടാവുന്നതിന് ശേഷം നടന്ന ഏറ്റവും കൂടുതൽ പോളിംഗ് പെർസെന്റേജ് ഉള്ള തെരഞ്ഞെടുപ്പാണിത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണിത്. ആ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അവിടുത്തെ നിലവിലുള്ള സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകമൻസി ഫാക്ടർ വരും എന്നാണ് പൊതുവെ വിചാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് അഴിമതി കേസിലാണ് ഹേമന്ത് സോറൻ ജയിലിൽ പോകുന്നത്. ഇതെല്ലാം അവർ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നു. നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ആളുകൾ വോട്ട് കൂടുതലായി വന്ന് ചെയ്തത് സോറിന് അനുകൂലമായിട്ടായിരുന്നു, എതിരായിരിക്കും എന്നാണ് ഈ വോട്ടിംഗ് പെർസെന്റേജ് പോലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ അജയ് ഷാ എന്ന് പറയുന്ന അവരുടെ പാർട്ടി സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരുന്നു, ട്രൈബൽ ബെൽറ്റുകൾ, സന്താർ പർഗാനാസ് ഉൾപ്പെടെയുള്ള മേഖലകൾ ഉൾപ്പെടെ കൊൽഹൻ പോലുള്ള മേഖലകൾ, ചമ്പൈ സോറിന്റെ എല്ലാം ഞങ്ങൾ പിടിക്കും. കാരണം ഒരു അഴിമതിക്കാരനായ ED അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ഒരാൾ ഈ ജാർഖണ്ഡ് ജനതയെ ഭരിക്കേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷെ ഈ ആളുകൾ മുഴുവൻ പോയി വരി നിന്ന് വോട്ട് ചെയ്തത് നേരെ തിരിച്ചാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. അത് ഒരു എനിക്ക് തോന്നുന്നു ജയിലിൽ പോയ ഹേമന്ത് സോറൻ ജയിലിലിട്ടത് ഒരുപക്ഷെ ഹേമന്ത് സോറിന് ഗുണം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജയിലിലേക്ക് പോയ ഹേമന്ത് സോറിനേക്കാൾ ശക്തനാണ് ജയിലിൽ നിന്ന് തിരിച്ചു വന്ന ഹേമന്ത് സോറൻ. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഇപ്പോഴും ആ വിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. മഹാവികാസ് അഘാടി 52 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ മഹായുതി 230 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന കണക്കാണ് നമുക്ക് കാണാനാവുക. MBA 52, 230 MY എന്ന് നമുക്ക് കാണാം. MNS സീറ്റേ ഇല്ല. AMIM 2 സീറ്റുകളിൽ നിന്നിട്ടുണ്ട്. ജാർഖണ്ഡിലാണെങ്കിൽ JMM 33 സീറ്റുകളിലും BJP 22-ലും കോൺഗ്രസ് 16 സീറ്റുകളിലുമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. RJDക്ക് 5 സീറ്റുകളുണ്ട്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ട് ഏറ്റവും ഒടുവിൽ സനോജ് പറഞ്ഞു നിർത്തിയതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്ന വിധിയാണ് മഹാരാഷ്ട്രയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും വന്നിരിക്കുന്നത്. ഒരിടത്ത് BJPക്ക് അനുകൂലമാണെങ്കിൽ ഒരിടത്ത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ്. പക്ഷേ രണ്ടും ചേർന്ന് തെളിക്കുന്ന ദിശ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇനി ലക്ഷ്മിയിലേക്കും സേതുവിലേക്കും സ്റ്റുഡിയോയിലേക്കും.